അളിയ, നീ എന്താണ് ഇവിടെ ആകാശത്തേക്ക് നോക്കിയിരിക്കുന്നത്? ഓ, ഞാൻ വല്ല വിധോണ ചായക്കട ഔസഫിന്റെ കണ്ണിപ്പെടാതെ എത്തിയത്. പറ്റി പറയാൻ തുടങ്ങിയിട്ട് കുറെ നാളായേ. ഓ, നശിപ്പിച്ചു. എത്ര നേരമായി ഞാൻ ഇവിടെ 2 വരി എഴുതാൻ വേണ്ടി കഷ്ടപ്പെടുന്നു അറിയോ നിനക്ക്? നിനക്കിപ്പോ എന്താ വേണ്ടത്? നമുക്ക് 2 വരെയോ? ഹായ്, നീ എന്തിനാ ഇപ്പൊ വരയ്ക്കണേ? നീ വല്ല മത്സരത്തിന് പോകുന്നുണ്ടോ? വരകളല്ലടാ, വരികൾ. എന്റെ കത്തിന്റെ വരികൾ. ഞാനിവിടെ എന്റെ മുത്തിന് ഒരു പ്രേമലേഖനം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കർത്താവേ, നിനക്ക് പ്രേമലേഖനം എഴുതാൻ അറിയോ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചേ? അതും ഞാൻ നല്ല ശുദ്ധ മലയാളത്തിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. നീ ഒന്ന് കേട്ടു നോക്ക്, എന്നിട്ട് പറയാലോ കൊള്ളാമോ അല്ലേ ഒന്ന്. എന്റെ കൽബിന്റെ മുത്തേ, എന്റെ സുഹൃത്തുക്കളൊക്കെ പറയണ ഞമ്മള് രണ്ടാളും കൂടിയാൽ പത്തിരിയും കോഴിക്കറിയും പോലെയാണെന്ന്. ഞമ്മക്ക് എന്നെ പെരുത്തിഷ്ടാണ്. ഇതെന്റെ നെഞ്ചിൻകൂടിന്റെ അകത്ത് കിടന്ന് നീറാൻ തുടങ്ങിയിട്ട് കുറെ നാളായി. അന്റെ ആ പെടക്കണ മീൻ പോലത്തെ കണ്ണും പൊരിച്ച ഉന്നക്കായ പോലത്തെ മൂക്കും വെള്ളമൊലിച്ച ജിലേബി കഷ്ണം പോലത്തെ ആ ചുണ്ടും മൊത്തത്തിൽ നെയ്യപ്പം പോലത്തെ ആ മൂറും ആകെ കൂടി ഈ ഒരു ഹൂറി തന്നെയാണ്. എന്റെ പൊന്നു കോമു, അന്നെ കിനാ കണ്ട് കിടന്ന് നിനക്ക് രാത്രി ഉറക്കമേ വരുന്നില്ല. അന്നെ ഓർത്ത് നിലാവത്ത് അയച്ചിട്ട കോയിനെ പോലെയാണ് നമ്മൾ നടക്കണത്. എന്റെ ഹൂറിക്ക് 1000 മുത്തങ്ങൾ പെരുത്തിഷ്ടത്തോടെ അന്റെ മാത്രം കാതു. എങ്ങനെയുണ്ട്? കൊള്ളാമോ? കൊള്ളാം. പത്തിരി കോഴിക്കറിയും. ഇതാണോടാ നിന്റെ ശുദ്ധ മലയാളം? അസല് മലപ്പുറം കത്തി പോലെയുണ്ട്. എടാ, ഇതും ഒരു ഭാഷയാണ്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷെ നിന്റെ പട്ടത്തിക്ക് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല. അതെന്താ? അവൾ വെജിറ്റേറിയൻ ആണ് മോനെ. അവക്ക് പത്തിരിയും കോഴിയും മീനും ഒക്കെ കേട്ടാ ഛർദിക്കാൻ വരൂലേ? അതിന് വരെ നിന്റെ പ്രേമലേഖനത്തിൽ വല്ല തൈര് സാദോ സാമ്പാർ സാദോ എന്നൊക്കെ എഴുതിയാലേ അവക്ക് ഇഷ്ടപ്പെടത്തുള്ളൂ. അല്ലാ, നീ പറഞ്ഞത് ശരിയാണല്ലോ. അളിയ, നിന്റെ ബാപ്പയാണല്ലോ. നല്ല ദേഷ്യമുണ്ടെന്ന് തോന്നുന്ന വെളിയിൽ. ഞാനിവിടെ നിന്നാൽ ശരിയാവില്ല. നാളെ കാണാമേ. ആ, അവിടെ നിക്ക് നീ. ഇതെന്താന്ന് അറിഞ്ഞിട്ട് പോയാ മതി. നമ്മള് കേട്ടതൊക്കെ ശരിയാണോ? നീ ഒരു ഹിന്ദു കുട്ടിയായിട്ട് മോഹബത്താണെന്നാണ്. അത് പിന്നെ ബാപ്പ, മുണ്ടി പോകരുത്. നിനക്ക് എങ്ങനെ ധൈര്യം വന്നടാ ഇത് ചെയ്യാൻ? ഇതിനിപ്പോ ധൈര്യം എന്തിനാ? ഞാൻ ആരെയും കൊല്ലാനൊന്നും പോയില്ലല്ലോ, സ്നേഹിച്ചല്ലേ ഉള്ളൂ. എന്താടാ പറഞ്ഞത്? ഒന്നുമില്ലാന്ന്. അതൊരു പാവം പെൺകുട്ടിയാണ്. ഇങ്ങക്കൊക്കെ കോമളത്തെ കണ്ട പെരുത്തിഷ്ടപ്പെടും, എനിക്ക് ഉറപ്പാ. ഓളുടെ പേരെന്താന്നാ പറഞ്ഞേ? കോമളം. കോമള ചാണക, വല്ലാത്തൊരു പേര്. എവിടുന്ന് കിട്ടിയടാ നിനക്കതിനെ? ഹോ, ഗോമണമല്ല എന്റെ ഉമ്മ, കോമളം. അനക്ക് വേറെ ഒരുത്തനെയും കണ്ടില്ലേ മോഹബത്താക്കാൻ? ഞമ്മടെ ആങ്ങളെ ശൈത്താലിബിയുടെ മോള് മൊഞ്ചത്തി ബിവാത്തൂനെ പറഞ്ഞു വെച്ചതല്ലേ ശൈത്താനെ ഒനക്ക് വേണ്ടി. പഠിച്ചോനെ, ഞമ്മളിപ്പൊ അവരോട് എന്ത് പറയും? എന്നിട്ടോൻ കണ്ടതോ ഒരു ഹിന്ദുച്ചീന് മര്യാദയ്ക്ക് വല്ല മട്ടൻ ബിരിയാണി നിന്ന് നടക്കുന്നതാ അനക്ക്. ശരിയാണല്ലോ എന്റെ പഠിച്ചോനെ. ഇനി ഓന് കണ്ട വെണ്ടക്കയും വഴുതനങ്ങയും തിന്ന് ഉണക്ക മുരിങ്ങ പോലാകാനാണല്ലോ തലേലെടുത്ത്. ഇല്ല, ഇത് നമ്മൾ ഒരിക്കലും സമ്മതിക്കൂല. അല്ല, അത് പിന്നെ ഹാജിയാരെ അവന്റെ ഒരു മോഹമല്ലേ? മുണ്ടിപ്പോകരുത്. ഈയാണോ അവനെ ബെടക്കാക്കണത്? കർത്തവ്യം ഞാനോ? അതിന് ഞാനെന്ത് ചെയ്തു ഹാജിയാര് പറയുന്നേ? ഞാൻ അവനോട് അപ്പോഴേ പറഞ്ഞതാ മര്യാദയ്ക്ക് വല്ല ബിരിയാണി മണക്കണ പെൺകുട്ടിയെ പ്രേമിക്കാൻ. ഇതിപ്പോ എനിക്കും പ്രശ്നമായി. നല്ല മട്ടൻ ബിരിയാണി കിട്ടിയിരുന്ന വകുപ്പായിരുന്നു. കണ്ട തൈര് സാധൊക്കെ കഴിച്ചാ എന്റെ ഈ ബോഡിയൊക്കെ ചുക്കി ചുളുക്കി പോവൂലേ? എടാ, നീ എന്തായി പറയണേ? ഓ, ശരിയാ, ഞാൻ ശരിയാക്കി തരാം, നീ പേടിക്കണ്ട. പക്ഷെ ഹാജിയാരെ, ഇത്തിരി വെജിറ്റേറിയൻ കഴിക്കുന്നത് നല്ലതാ. ഈ കൊളസ്ട്രോൾ കൂടിയ പ്രശ്നമാണേ. അല്ല, അങ്ങനെയാണല്ലോ ഈ ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നേ. ഹാജിയാർക്ക് കൊളസ്ട്രോൾ ഉണ്ടോ? മാറിക്കടാ കുഞ്ഞി. ഈ മര്യാദക്ക് ഞമ്മള് പറഞ്ഞതനുസരിച്ച് ഇത് ഇവിടെ അവസാനിപ്പിച്ചോ, അല്ലെങ്കിൽ അനക്ക് ഞമ്മടെ സ്വഭാവം അറിയാല. ആ, വന്ന പാത്തു. സുബ്ബസ്വാമിയും സീതാലക്ഷ്മിയും കോമളത്തിനെയും കാതറിനെ കാണാൻ സമ്മതിച്ചില്ല. പക്ഷേ ഈ 2 യുവമിഥുനങ്ങളുടെ ഹൃദയങ്ങൾ തളർന്നില്ല. അവർ എല്ലാവരുടെയും കണ്ണുവെട്ടിച്ച് പരസ്പരം കാണുകയും സ്വപ്നങ്ങൾ കൂട്ടുകയും ചെയ്തു. അങ്ങനെ അവരുടെ പ്രണയം വളർന്നു.
എന്റെ പൊന്നു മുത്തേ, ഞാൻ നിന്നെ കാണാൻ എത്ര കൊതിച്ചൂന്നറിയാമോ? അല്ല, നീ ആകെ ക്ഷീണിച്ചിരിക്കുന്നല്ലോ കോമു, എന്തു പറ്റി? നീക്ക് നേത്ത് രാത്രി തൂക്കമേ വരലായി. അതെനിക്കറിയാം, നീ എന്നെ ആലോചിച്ച് കിടക്കുവല്ലായിരുന്നോ? അതൊന്നുമല്ലേ. രാത്രി കറണ്ട് പോച്ച് നിറയെ കൊതുകിരുന്നത്, അതാക്കും. അയ്യടാ, എന്തൊരു സന്തോഷം, പ്രേമം. രണ്ടാളും കൂടെ ഇങ്ങനെ മരം ചുറ്റി പ്രേമിച്ച് നടന്നോ? എല്ലാരും അറിഞ്ഞിട്ടാ നിങ്ങളുടെ വീട്ടുകാരെ കിണ്ടിയും ഉറുക്കാൻ പെട്ടിയും വഴിയും ആളുമായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ട്. പഠിച്ചോനെ, നീ സത്യമാണോ പറയുന്നത് തോമസ് കുട്ടി? ഇനിയിപ്പോ എന്തു ചെയ്യും? കൃഷ്ണ, ഞാൻ അപ്പോഴേ ചൊന്നേൻ, ഇത് തെരിഞ്ഞാൽ അപ്പാക്ക് ഭയങ്കര കോപം വരുന്ന, എന്നെ കൊന്നിടുവാ. ഇപ്പൊ നമ്മ എന്നെ പണുവോം? ഓ, നീ ഒന്ന് പേടിക്കാതെ എന്റെ കോമു. നമ്മൾ തമ്മിൽ ഇഷ്ടമുള്ളിടത്തോളം കാലം ആർക്കും ഒന്നും ചെയ്യാനാവില്ല. അല്ല, ഞാൻ പോയി നിന്റെ വാപ്പാന്റെ അടുത്തൊന്ന് സംസാരിച്ചു നോക്കിയാലോ? പുള്ളിക്ക് എന്നെ വലിയ കാര്യമല്ലേ? ഇപ്പൊ അങ്ങോട്ട് ചെന്നാ മതി. നിന്റെ ഈ ചളുക്ക് പോലുള്ള ശരീരം ഉണ്ടല്ലോ, അറുത്തു മുറിച്ച് ബിരിയാണി ഇട്ട് തിന്നു എന്റെ വാപ്പ. കോമളം, എന്നാ പിന്നെ ഞാൻ തന്റെ അപ്പയെ ഒന്ന് പിടിച്ചാലോ? പുള്ളിക്കാണെങ്കിൽ എന്നെ അത്രയ്ക്ക് അറിയില്ലല്ലോ. എന്നെ കണ്ട ഒരു ഡീസന്റ് പാർട്ടിയാണെന്ന് എല്ലാരും പറയും. വേണമെങ്കിൽ ഒരു എഫക്റ്റിന് വേണ്ടി ഭസ്മം പൂശി പോകരൻ എപ്പടി? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇവിടെ മനുഷ്യൻ തീ തിന്നിരിക്കുമ്പോഴാ അവന്റെ ഒടുക്കത്തൊരു തമിഴ് പറച്ചില്. നടക്കണ കാര്യം വല്ലതും പറ. ശരി, എന്നാൽ നിങ്ങൾ രണ്ടുപേരും പരസ്പരം മറക്കണം. നീ കോമളത്തെ കുറിച്ച് വിഷമിക്കണ്ട, അവക്ക് ഞാനുണ്ടടാ. ഡാ, നീ എന്റെ വാങ്ങിക്കും കേട്ടാ. വെറുതെ ഒരു തമാശക്ക് പറഞ്ഞല്ലേ അളിയ. ഇത് സോൾവ് ചെയ്യാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. നിങ്ങൾ ഇവിടുന്ന് എങ്ങനെയും രക്ഷപ്പെടണം. പോയി ഒരു രജിസ്റ്റർ മാരേജ് ചെയ്ത് കുറച്ചു കാലം എവിടെയെങ്കിലും മാറി നിൽക്കണം. നിങ്ങളെ കാണാതെ നിങ്ങളുടെ കുടുംബങ്ങൾ വിഷമിക്കും. എന്നിട്ട് കുറെ കാലം കഴിഞ്ഞ് ഒരു കുട്ടിയൊക്കെയായി തിരിച്ചു വരണം. അപ്പോ എല്ലാം മറന്ന് നിങ്ങൾ ഇരു കൂട്ടരും സ്വീകരിക്കും. എല്ലാ ശുഭം. എപ്പടി എന്റെ ഐഡിയ? അയ്യോ, അതെല്ലാം വേണ്ട, അതെല്ലാം തപ്പുതാനേ. എടാ, അത് വേണോ? അത് ആലോചിക്കാനൊന്നും സമയമില്ല. നിങ്ങളുടെ വീട്ടുകാർ ഇപ്പൊ ഇങ്ങെത്തും. രജിസ്റ്റർ മാരേജ് ചെയ്യാനുള്ള ഒരുക്കങ്ങൾ ഞാൻ പോയി ഏർപ്പാടാക്കാം. നമുക്ക് എത്രയും പെട്ടെന്ന് തിരിക്കണം. കോമു, നീ എന്തു പറയുന്നു? വേണ്ട കതു, അതെല്ലാം വേണ്ട. നീ ധൈര്യമായിട്ടില്ലേ? ഞാനില്ലേ?